ഈ അൽത്താരയിൽ വന്ന് പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാകാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എനിക്ക് ആദ്യം കിട്ടിയ അനുഗ്രഹം, എൻ്റെ പേര് മായ, ഞാൻ കൊല്ലത്ത് നിന്ന് ഓച്ചിറയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ സഹോദരിയാണ്. അവളാണ് ആദ്യം വന്ന് ഉടമ്പടി എടുത്തത്. 21/10/2023 ഞാൻ 25/10/2023 ഉടമ്പടി എടുത്തത്. എനിക്ക് കടബാധ്യതയുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് നിയോഗം വെച്ചതിനകത്ത് എനിക്കൊരു വസ്തു കൊണ്ട് വിൽക്കാൻ, അതൊന്ന് വിറ്റ് കിട്ടണമെന്നുള്ള അനുഗ്രഹത്തിനാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചത്. അത് 20 വർഷമായിട്ട് ഞാൻ ആ വസ്തു വിൽക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്നതാണ്. അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ടും പിന്നെ അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ അനുഗ്രഹവും കിട്ടി. അച്ഛനെ കാശുരൂപം തന്ന് ആ വസ്തുവിൽ സ്ഥാപിച്ചിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അതുപോലെ ചെയ്തു കഴിഞ്ഞു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അതെനിക്ക് വിറ്റ് കിട്ടി. എൻ്റെ ബാധ്യതകളെല്ലാം തീർന്ന്. പിന്നെ അടുത്തത് ജപമാല റാലിക്ക് മുമ്പ് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. 3 വർഷമായിട്ട് എനിക്കിങ്ങനെ കണ്ടിന്യൂസ് നടുവേദന ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ നടുവേദന പൂർണ്ണമായിട്ട് മാറുകയും പിന്നെ ഇന്നോളം എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല. അങ്ങനെ ജപമാല റാലിയിൽ ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് പങ്കെടുക്കാനും പറ്റി. പിന്നെ 3 വർഷമായിട്ടുള്ള നടുവേദനയായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഉണക്കിന് കിണറ്റിലെ വെള്ളം ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നോളം കിണറ്റിലെ വെള്ളത്തിന് കുറവ് വന്നിട്ടില്ല. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് മാറിനൊരു മുഴയുണ്ടായിരുന്നു. മൊത്തത്തിൽ മാറ് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. ഞങ്ങളിവിടെ വന്ന് നിയോഗം വെച്ച് അമ്മച്ചിക്ക് മൊത്തത്തിൽ മാറ് പൂർണ്ണമായി മാറ്റരുതെന്നും കീമോയും ഒന്നും ചെയ്യരുതെന്ന് അങ്ങനെയുള്ള നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് അമ്മച്ചിക്ക് രോഗസൗഖ്യം കിട്ടി. കാരുണ്യ പ്രവൃത്തി ഭക്ഷണശാലയില പൊതിച്ചോറിന് ഞാനവിടെ പൈസ കൊടുക്കും. പിന്നെ വൃദ്ധസദനം സന്ദർശിക്കും. എന്നയാൽ കഴിയുന്നത് ഞാനവിടെ പൈസ കൊടുക്കുകയും പിന്നെ രോഗികളെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ പ്രേക്ഷിത വേല ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഓട്ടോ സ്റ്റാൻഡിൽ, പിന്നെ ഞാൻ പോകുന്ന വഴികളിൽ ആരെ കണ്ടാലും നിർത്തി ഞാൻ ആ പത്രം കൊടുത്ത് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയും. പിന്നെ എപ്പോഴായാലും എന്തെങ്കിലും ഒരു വിഷമത്തിൻ്റെ കാര്യമുണ്ടായി നമ്മൾ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ മെഴുകുതിരിക്കകത്ത് ഹൃദയവും പൂവും പോലെയൊക്കെയുള്ള ചിഹ്നങ്ങൾ കാണിക്കും. അങ്ങനെ എപ്പോഴും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവൾക്ക് കിട്ടിയ അനുഭവം അവളും പറയും. 21/10/2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പത്രം തന്ന് ആ പത്രം വഴിയാണ് അമ്മയെ അറിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. എൻ്റെ പേര് ലേഹ, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് ആദ്യമായിട്ട് അമ്മ മാതാവിൽ നിന്നും ഈശോപ്പായിൽ നിന്നും ലഭിച്ച അനുഗ്രഹമെന്ന് പറയാൻ, എൻ്റെ മോളുടെ എഡ്യൂക്കേഷൻ ലോണിന് കൊടുത്തിരുന്നത് അത് റിജക്റ്റ് ആയിപ്പോയി. ആദ്യം ഇരുന്ന മാനേജർ മാറിയത് മുഖേന അത് റിജക്റ്റ് ആക്കിയിട്ട് പോയി. കുഞ്ഞ് പഠിക്കാനും പോയി ബാംഗ്ലൂർ. അത് ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും കയ്യിൽ കരുതി ബാങ്കിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് പുതിയ വന്ന മാനേജരോട് കരഞ്ഞു പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തക്കാര്യത്തിന് മാനേജർ ഇത് ശരിയാക്കി തരണമെന്ന്. അങ്ങനെ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ ലോണ് ശരിയായി ഫസ്റ്റ് ഗഡു കോളേജ് അക്കൗണ്ടിൽ വിടുകയും കുഞ്ഞ് പഠിക്കാൻ പോവുകയും ചെയ്തു. പിന്നെ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഒത്തിരി സൗഖ്യങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കൂട്ടുകാർക്കും ഞാൻ വഴി അമ്മ മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മച്ചിയുടെ കാര്യം, അതും ഞാനും എൻ്റെ അനിയത്തിയും ഒരുപോലെ ഇവിടെ
നിയോഗം വെച്ചതാണ്. അതെല്ലാം ആ രോഗം സൗഖ്യമാക്കി എൻ്റെ അമ്മച്ചിയെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകുവാനും ഇപ്പം വന്നിട്ടുണ്ട്. അമ്മച്ചി അവിടെ ഇരിക്കുവാണ്, ഇവിടെ അൽത്താരയിലോട്ട് വന്നില്ല. അമ്മച്ചിയെ ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് കാണുവാനായിട്ട് അമ്മച്ചിയെ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് പത്രം, ഇവിടെ മാസത്തിൽ വന്ന് പത്രം മേടിക്കും. അത് എല്ലാവർക്കും പോകുന്ന വഴികളിലും ഓട്ടോ സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളിലും എല്ലാം വിതരണം ചെയ്യും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസങ്ങളിലും കൂടും, അത് ഷെയർ ചെയ്യും. സാക്ഷ്യങ്ങളായാലും എല്ലാം ഷെയർ ചെയ്യും. പിന്നെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൂടുകയും പിന്നെ ഉപവാസമെടുക്കുകയും അത് ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യും. അമ്മ മാതാവും ഈശോപ്പായിൽ നിന്നും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. പ്രാർത്ഥന മുടക്കത്തില്ല. പിന്നെ ബൈബിള് വായിക്കും, അച്ഛൻ്റെ ധ്യാനം കൂടിയും, എന്നിട്ട് സാക്ഷ്യം കേൾക്കുന്നതും അച്ഛൻ്റെ ധ്യാനം എല്ലാം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും. ഇതെല്ലാമാണ് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി 1000 നന്ദി പറയുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു കൊള്ളാം. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 8-ാം വചനമാണ്. എല്ലാ വർഷവും വേനൽക്കാലത്ത് കിണറ്റിലെ വെള്ളം പറ്റുമായിരുന്നു. അവിടെയും ഇവർ വിശ്വാസത്തോടെ അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞ അപൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ മക്കൾ ചെന്ന് കിണറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചത്. അങ്ങനെ അവർക്ക് കിണറ്റിലെ വെള്ളവും ഒരു കുറവുമില്ലാതെ ഈ വർഷവും അവർക്ക് ഇത്രയും നാളായിട്ട് വെള്ളം വറ്റിയിട്ടില്ല. അതും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ മക്കൾ പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഇവരുടെ കൂടെയുണ്ട്. സുഗന്ധാഭിഷേകമായിട്ടും മെഴുകുതിരിയിലും പല പ്രാവശ്യവും ഹൃദയത്തിൻ്റെ രൂപത്തിലും ഫ്ലവറിൻ്റെ രൂപത്തിലും പല രീതിയിലാണ് ഇവർക്ക് മെഴുകുതിരിയിൽ ഈശോയും അമ്മയും പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ടാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമാണ് സുഗന്ധാഭിഷേകത്തിലൂടെ ഈ മക്കൾക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അനുഭവിക്കാൻ സാധിച്ചതെന്നാണ് ഈ മക്കൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും എന്തു തന്നെ ആയാലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഏത് പ്രതിസന്ധികളായാലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഒരു നല്ല ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ധൈര്യമാണ് ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം. പരിശുദ്ധ അമ്മ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്ന അമ്മയാണ്. ആ അമ്മയാണ് നമ്മളെ ഈശോയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരാത്മീയ വഴിയാണ് ഉടമ്പടി. വചനം ഉള്ളിൽ ഉൾക്കൊണ്ട് നമ്മൾ പുതിയ വാഗ്ദാന പേടകമായി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ വഴികൾ തുറന്നു തരുന്നത്. നമുക്കും അമ്മ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞതുപോലെ ഈശോയുടെ വചനം അനുസരിച്ച് ഈശോയെ മനസ്സിൽ ഉൾക്കൊള്ളുകൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ ദൈവാനുഭവം മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ മക്കളുടെ സ്നേഹം, പത്രം കൊടുക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ദൈവസ്നേഹമാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് അനുഭവപ്പെട്ട നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ ജീവിക്കുവാൻ ഈശോയും അമ്മയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മായയ്ക്കും ലേഖയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.